എല്ലാവർക്കും നമസ്കാരം. 8 വർഷം പൊന്നുപോലെ നോക്കി വളർത്തിയ മകൻ ഒരു സുപ്രഭാതത്തിൽ അവനെ നഷ്ടപ്പെടുന്നു. ആ അച്ഛൻ്റെ വേദന നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? പലരും പറയും ജീവൻ ഒടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ മനസ്സ് കൈവിട്ട് പോകുന്ന നിമിഷങ്ങളിൽ അറിയാതെ ചെയ്തു പോകുന്ന, അല്ലെങ്കിൽ ഇനി മുന്നോട്ടൊന്നും ഒരു പ്രതീക്ഷയില്ലാതെ ഒരവസ്ഥ വരുമ്പോൾ ചെയ്തു പോകുന്നൊരു കാര്യമാണ് സ്വയം അങ്ങ് ഇല്ലാതാവുക. ഞാനിത് പറയാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കുമളിയിലുള്ള ബസ് കണ്ടക്ടർ രഞ്ജീഷിൻ്റെ ആ ജീവനൊടുക്കൽ. ലവ് മാരേജ് ആയിരുന്നു. കുട്ടി ജനിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം ഭാര്യ വിദേശത്ത് ജോലിക്ക് പോകുന്നു. അവിടെ വെച്ച് ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധം ഉണ്ടാവുന്നു. ഇതിന്റെ പേരിൽ ഇവർ തമ്മിൽ സംസാരം ഉണ്ടാവുന്നു. കേസ് കോടതിയിലെത്തുന്നു. കേസ് കോടതിയിലെത്തി കോടതി വിധിക്കുന്നു കുഞ്ഞിനെ അമ്മയ്ക്ക് കൊണ്ടുപോകാം. 8 വർഷം പൊന്നുപോലെ നോക്കി വളർത്തിയ ആ മോനെ നഷ്ടപ്പെട്ടപ്പോൾ രഞ്ജീഷിന് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ പിന്നെ അറിയുന്നു മറ്റൊരു കഥ. ഈ രഞ്ജീഷിന്റെ ഭാര്യയുടെ ഇപ്പോഴത്തെ കാമുകൻ അവൻ എന്തോ ഫോട്ടോ രഞ്ജീഷിന്റെയോ രഞ്ജീഷിന്റെ അമ്മയുടെയോ ഫോണിലേക്ക് അയച്ചു കൊടുത്തു. അത് കണ്ടതിന്റെ മനോവിഷമത്തിലാണ് രഞ്ജീഷ് ഈ കടുങ്കൈ കാണിച്ചത്. നമ്മുടെ സിസ്റ്റം അല്ലേ ശരിക്കും ഇവിടെ രഞ്ജീഷിന്റെ മരണത്തിന് ഉത്തരവാദി? ആണും പെണ്ണും തുല്യരാണെന്ന് പറയുമ്പോഴും പെണ്ണിന് ഒരു മേൽക്കോയ്മ നിയമത്തിലുള്ളത് കൊണ്ട് തന്നെ പല ആണുങ്ങൾക്കും നീതി ലഭിക്കുന്നുണ്ടോ? നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു പോസ്റ്റ്, അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ കോൺടാക്ട് ചെയ്തു. പുള്ളിക്കാരനാണ്. അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം ഇന്ന് അറിഞ്ഞൊരു കാര്യം, ഈ രഞ്ജീഷിന്റെ കേസ് വാദിക്കാൻ വേണ്ടി ഷിംജിത ദീപക് ഇഷ്യൂ ഉണ്ടല്ലോ, ആ ഇഷ്യൂവിൽ ദീപകിന് വേണ്ടി കേസ് വാദിച്ച അഡ്വക്കേറ്റ് ഇന്ന് കുമളിയിൽ എത്തുന്നുണ്ട് രഞ്ജീഷിന്റെ കേസ് ഏറ്റെടുക്കാൻ വേണ്ടി. അപ്പോൾ എത്രയും പെട്ടെന്ന് രഞ്ജീഷിന് നീതി കിട്ടണം, നീതി കിട്ടിയേ പറ്റൂ. രഞ്ജീഷിന് നീതി കിട്ടിയിട്ട് ഇനി കാര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാര്യം അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അതിന് ഉത്തരവാദികൾ എന്ന് പറയുന്നത് ആ കേസ് വാദിച്ച ജഡ്ജി ഉൾപ്പെടെ ഉത്തരവാദികളാണ്. ഇതെല്ലാം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, രഞ്ജീഷിന്റെ മരണാനന്തര ചടങ്ങിന് ആ മോനെ പോലും വിട്ടുകൊടുക്കാൻ ആ താടക തയ്യാറായില്ല. എന്തൊരു മനസ്സല്ലേ. നമുക്ക് ഈ ഒരു അദ്ദേഹം പറയുന്ന വാക്കുകളൊന്ന് കേട്ടു നോക്കാം. എന്താണ് ശരിക്കും രഞ്ജീഷിന്റെ ലൈഫിൽ സംഭവിച്ചത് ഒന്ന് കേട്ടു നോക്കാം. ഈ സുഹൃത്തിന് ജീവിച്ചിരിപ്പില്ല. ഇന്നലെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. രഞ്ജീഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കുമളിക്കാരനായിട്ടുള്ള ഒരു ബസ് കണ്ടക്ടർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മഹത്യയുടെ കാരണങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് അറിയുന്ന പല ആളുകളും പോസ്റ്റുകളിൽ കമന്റായി ഇടുന്ന കണ്ടിട്ട് ജസ്റ്റ് അന്വേഷിച്ചു പോയതാണ്. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു വിവരങ്ങൾ, ഒരാളിൽ നിന്നല്ല 2-3 പേരോട് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഇതാണ്. അദ്ദേഹം ഒരു കല്യാണം കഴിക്കുകയും കല്യാണത്തിന് 2 വർഷം ശേഷം ഒരു കുട്ടി ഉണ്ടായ ശേഷം ഭാര്യ ഗൾഫിലേക്ക് ജോലിക്ക് പോവുകയും അവിടെ ഒരു ബന്ധം ഉണ്ടാകുകയും പിന്നെ അവർ തമ്മിൽ ഒരു കല്യാണം നടക്കുകയും അത്രയും വർഷം കഴിഞ്ഞ 8 വർഷമായിട്ട് അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ കുട്ടിയെ നിയമപരമായിട്ട് കോടതിയുടെ ഉത്തരവ് പ്രകാരം ആ ഭാര്യ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. അതിന്റെ മനോവിഷമത്തിലാണ് രഞ്ജീഷ് ആത്മഹത്യ ചെയ്തത് എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം ഇതൊക്കെ ഒരു ആത്മഹത്യക്കുള്ള കാരണമാണോ എന്നുള്ളത്. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ച്, ഒരു അച്ഛനെ സംബന്ധിച്ച്, അവന്റെ മക്കൾ അവനെ തള്ളിപ്പറയുമ്പോൾ, അവന്റെ മക്കളാൽ അവൻ അകറ്റപ്പെടുമ്പോൾ അവനുണ്ടാകുന്ന വേദന എന്താണ് എന്നുള്ളത് ഒരു അച്ഛനായിട്ടുള്ള എനിക്ക് കൃത്യമായിട്ട് ഊച്ചെടുക്കാൻ വേണ്ടി മനസ്സിലാവുന്നുണ്ട്. ഒരു പിതാവിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു സാഹചര്യം വരിക എന്ന് വെച്ചാൽ അത് അവനെ മാനസികമായിട്ട് എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമോ ആ തകർച്ചയുടെ ഏറ്റവും പടുക്കുഴിയിലായിരിക്കും അവൻ. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞ അതേ കാരണം തന്നെ ആണെങ്കിൽ 8 വർഷം സ്വന്തം നെഞ്ചോട് ചേർത്ത് വെച്ച കുഞ്ഞിനെ നിയമത്തിന്റെ ഒരു കടലാസ് പേപ്പറിന്റെ ഫലം കൊണ്ട് പറിച്ചു കൊണ്ടുപോകുമ്പോൾ ആ മനുഷ്യൻ എത്ര കണ്ട് തകർന്നു കാണും എന്നുള്ളത് ഓരോ അച്ഛന്മാർക്കും ഓരോ പുരുഷന്മാർക്കും കൃത്യമായിട്ട് മനസ്സിലാകും. ദാമ്പത്യ പ്രശ്നം കാരണം പിരിയുന്ന കുടുംബങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ ഒരു വിധി എഴുതുമ്പോൾ എന്നും അമ്മയ്ക്ക് അനുകൂലമായിട്ട്, സ്ത്രീക്ക് അനുകൂലമായിട്ടാണ് എന്നും വിധി ഉണ്ടാവുക. 10 മാസം ചുമന്ന അമ്മയ്ക്ക് മാത്രമല്ല, ആ കുട്ടിയെ ഇത്രയും കാലം നോക്കിയ, ഇത്രയും കാലം കുട്ടിയെ സംരക്ഷിച്ച ആ അച്ഛനും തുല്യമായിട്ടുള്ള അവകാശം ആ കുട്ടിയുടെ മേലുണ്ട്. ഈ അമ്മയോളം, ചിലപ്പോ അമ്മയേക്കാൾ മുകളിൽ ഓരോ പിതാക്കൾക്കും ഓരോ അച്ഛന്മാർക്കും സ്വന്തം മക്കളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വവും സ്നേഹവും വൈകാരികമായിട്ടുള്ള മാനസിക സംഘർഷങ്ങളും ഉണ്ട്. ഇവിടെ ആത്മഹത്യ ചെയ്ത് ഒരു രഞ്ജീഷ് ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ പിടിപ്പുകേട് കാരണം ജീവിച്ചു മരിക്കുന്ന ആയിരക്കണക്കിന് രഞ്ജീഷുമാർ നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാം ഒഴിവാക്കി പോകുമ്പോ അവനെ എങ്ങനെയൊക്കെ മാനസികമായിട്ട് തകർക്കാൻ പറ്റും എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വന്തം മക്കളുടെ കാര്യത്തിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരുപാട് ഭാര്യമാരും ഒരുപാട് അമ്മമാരുമുള്ള സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഓരോ ദാമ്പത്യ ബന്ധങ്ങൾ വേർപെട്ടു പോകുമ്പോഴും ആരും കാണാതെ പോകുന്ന, ആരും കേൾക്കാതെ പോകുന്ന ഒരു പിതാവിന്റെ, ഒരു അച്ഛന്റെ വേദന കൂടെ നമ്മുടെ നാട്ടിലെ കോടതിക്ക് കേൾക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ സ്ത്രീ രഞ്ജീഷിനെ ഉപേക്ഷിച്ചു പോയതല്ല, ജോലിക്ക് വേണ്ടി വിദേശത്ത് പോയതാണ്. അവിടെ വെച്ച് മറ്റൊരു ബന്ധം ഉണ്ടാവുന്നു. അപ്പോൾ അവർക്ക് ആ ദാമ്പത്യ ജീവിതത്തിനോട് എന്ത് കമ്മിറ്റ്മെൻറ്റാണ് ഉണ്ടായിരുന്നത്? സ്വന്തം കുഞ്ഞ് നാട്ടിൽ നിൽക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് കുഞ്ഞുണ്ടാകുന്നത്. അതിനുശേഷമാണ് ഇവർ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ കുഞ്ഞിനോടും ആ ഭർത്താവിനോടും അവർക്ക് എന്ത് കമ്മിറ്റ്മെൻറ്റാണുള്ളത്? എന്നിട്ടും എന്തുകൊണ്ടാണ് കോടതി ആ സ്ത്രീക്ക് അനുകൂലമായിട്ട് വിധിച്ചത്? കുട്ടീനെ അവർക്ക് കൊടുക്കാമെന്നുള്ള വിധി വന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ നിയമം, നമ്മുടെ സിസ്റ്റം, ഇവിടെ രഞ്ജീഷിൻ്റെ മരണത്തിന് ഉത്തരവാദിത്വം നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കും കൂടിയാണ്, നമ്മുടെ സിസ്റ്റത്തിനും കൂടിയാണ്. ഇതൊരു പറയാൻ പറ്റില്ല. ഇത് പക്ക കൊലപാതകം തന്നെയാണ്. കാരണം ഒരു മനുഷ്യനെ, അവൻ്റെ മനസ്സിനെ അങ്ങ് ഏറ്റവും വേദനിപ്പിച്ചുകൊണ്ട്
അവൻ കഴിഞ്ഞ 8 വർഷമായിട്ട് സ്വന്തം ജീവനെ പോലെ കൊണ്ട് നടന്ന സ്വന്തം മകനെ പറിച്ചെടുത്തുകൊണ്ട് പോയപ്പോൾ ആ മനുഷ്യനുണ്ടായ വേദന. അതിലുപരി നേരത്തെ പറഞ്ഞ കാര്യം കറക്റ്റ് ആണെങ്കിൽ രഞ്ജീഷിൻ്റെ ഫോണിലേക്കോ രഞ്ജീഷിൻ്റെ അമ്മയുടെ ഫോണിലേക്കോ ഫോട്ടോയോ വീഡിയോ അയച്ചു കൊടുത്തത് അതൊരു പക്ഷേ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ആയിരിക്കാം. അതിൻ്റെ വ്യക്തത മനസ്സിലായിട്ടില്ല. ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞു, എൻ്റെ സുഹൃത്ത് കുമളിയിലുണ്ട്, അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് അവിടെ ഏതോ ഒരു MLA വരുന്നത് കൊണ്ട് ആ ഒരു ന്യൂസ് കവർ ചെയ്യാൻ വേണ്ടി പോയതുകൊണ്ടാണ് അധികം സംസാരിക്കാൻ പറ്റാത്തത്. അദ്ദേഹം അവിടെയുള്ള ഒരാളെ കണക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ അറിയിക്കാം. പക്ഷേ ഇവിടെ രഞ്ജീഷിന് എന്താണ് സംഭവിച്ചത്? ശരിക്കും ആ ഫോട്ടോയാണ് കാരണം, അതോ ഈ കുഞ്ഞിനെ കൊണ്ടുപോയതാണോ കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവൾക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു, അവൾ അയാളുടെ കൂടെ പോയി, എന്നാൽ അവൾക്ക് അയാളുടെ കൂടെ അങ്ങ് പോയാൽ പോരെ? എന്തിനാണ് ഈ കുട്ടി 8 വർഷങ്ങൾക്ക് ശേഷമാണ് ആ കുഞ്ഞിനെ കൊണ്ട് പോകുന്നത്. ആ 8 വർഷം സ്വന്തം അച്ഛൻ ആ കുഞ്ഞിനെ എത്ര ലാളിച്ചായിരിക്കും വളർത്തിയിട്ടുണ്ടാവുക. ആ അച്ഛൻ്റെ മനസ്സും ആ അച്ഛൻ്റെ ശരീരവും ഒക്കെ ആ കുഞ്ഞിന് വേണ്ടി മാറ്റി വെച്ചതായിരുന്നു അല്ലേ? അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഭാര്യ എന്ന് പറഞ്ഞിരുന്നവൾ വന്നിട്ട് കുഞ്ഞിനെ സ്വന്തമാക്കി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ. നമ്മുടെ നാട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ പീഡനം സഹിക്കാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അതൊക്കെ ഒരുപാട് വാർത്തകളും ആവാറുണ്ട്. പക്ഷേ ഭാര്യ കാരണം ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ വളരെ കുറച്ചേ പുറത്തു വരാറുള്ളൂ. ഇവിടെ ഈ രഞ്ജീഷിനെ കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ ശരിക്കും കണ്ണ് നിറയ്ക്കുന്നതാണ്. കാരണം ആ ബസ്സിനകത്ത് കയറുന്ന രഞ്ജീഷിൻ്റെ ചിരി കാണാൻ വേണ്ടി ആ ബസ്സിനകത്ത് കയറുന്ന ആൾക്കാരുണ്ടെന്നാണ് പറയാറുള്ളത്. അത്രയും സൗമ്യനായ ഒരു മനുഷ്യൻ, എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യന് വന്ന് ചേർന്ന ഗതികേട്, അതാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം. ആ മകൻ എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയൊരു കാര്യം എന്ന് പറയുന്നത്, ആ മകന് സ്വന്തം അച്ഛൻ്റെ അന്ത്യാഭിലാഷം നടത്താൻ വേണ്ടി ആ നാട്ടിലുള്ള ആൾക്കാരും രഞ്ജീഷിൻ്റെ കുടുംബക്കാരും എല്ലാം ഈ സ്ത്രീയുടെ അടുത്ത് പോയിട്ട് യാചിച്ചിട്ട് പോലും അവർ വിടാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അവസാനം കോർട്ട് ഓർഡറും വാങ്ങി ചെന്നപ്പോഴാണ് അവർ ആ കുഞ്ഞിനെ ഇവരുടെ കൂടെ വിട്ടത്. അതും വെറും 2 മണിക്കൂറത്തേക്ക് വേണ്ടി. ശരിക്കും നമ്മുടെ നാട്ടിലെ നിയമം ആർക്ക് വേണ്ടിയാണ്? സത്യത്തിന് വേണ്ടിയാണോ അതോ തെറ്റുകൾക്ക് വേണ്ടിയാണോ നിൽക്കുന്നത്? ആർക്ക് വേണ്ടിയാണ്? ആ ജഡ്ജി എന്ത് വിധിയാണ് വിധിച്ചത്? പല കാര്യങ്ങളും സ്ത്രീക്ക് അനുകൂലമാണ്. ഈ സ്ത്രീക്ക് അനുകൂലമാണെന്ന് പറയുമ്പോഴും അവിടെ സ്ത്രീക്ക് അനുകൂലമായ വിധികൾ വരുമ്പോൾ നിരപരാധികളായ എത്രയോ പുരുഷന്മാർ ഇല്ലാതാക്കപ്പെടുന്നുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഇല്ലാതാക്കപ്പെടുന്നുണ്ട്. അതേക്കുറിച്ച് ആർക്കും ചർച്ച ചെയ്യേണ്ട, അതേക്കുറിച്ച് ആർക്കും സംസാരിക്കേണ്ട. സ്ത്രീകൾ എല്ലാവരും മോശക്കാരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കല്യാണം കഴിഞ്ഞ് സ്വന്തം ഭർത്താവിനൊപ്പം ജീവിക്കുമ്പോഴും അന്യപുരുഷനെ തേടി പോകുന്ന സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കൺമുന്നിൽ ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. ഭർത്താവിൻ്റെ കൂടെ കിടക്കുമ്പോഴും ചിന്ത വേറൊരുത്തിനെ കുറിച്ചായിരിക്കും. ആ സ്ത്രീ ഒരു ജീവിതത്തിന് അർഹയാണോ? എന്നാൽ പിന്നെ കല്യാണം കഴിക്കരുതായിരുന്നു, അവൻ്റെ കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നല്ലോ. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പലർക്കും വേറെ ബന്ധത്തിലേക്ക് താല്പര്യം വരുന്നത്. അപ്പോൾ ഇവൻ അനുഭവിക്കുന്ന മാനസിക വിഷമം ചോദിക്കുമ്പോൾ എന്താണ്, എനിക്ക് ഇവനെ വിട്ട് പോകാനും പറ്റില്ല, എന്നാൽ അത് വേണം താനും. ഇവിടുത്തെ കഞ്ഞി കുടിക്കുകയും വേണം, അപ്പുറത്ത് പോയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പം ഇങ്ങനെയാണ് പല സ്ത്രീകളും ഇന്ന് സൊസൈറ്റിയിൽ ജീവിക്കുന്നത്. എന്നാൽ മാന്യമായിട്ട് ഭർത്താവിനെയും കുട്ടികളെയും നോക്കി സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി പോകുന്ന സ്ത്രീകളും ഉണ്ട്. അവരോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവരെ പോലുള്ള ആൾക്കാർ, ഈ സ്ത്രീക്ക് അവർ സ്നേഹിച്ച ആളുടെ കൂടെ പോവാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഡിവോഴ്സ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് എന്തിനാ കുട്ടി നാളെ ഈ കൂടെ കൊണ്ടുപോയാൽ ആ കുട്ടീനെ നോക്കും തോന്നുന്നുണ്ടോ? എഴുതി വെച്ചോളൂ, ആ സ്ത്രീയുടെ അവസ്ഥ നാളെ ഒരു പക്ഷേ നമ്മുടെ മുന്നിൽ കാണുമായിരിക്കും, അവർക്ക് എന്ത് സംഭവിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയുടെ പുറകെ ഒരു പുരുഷൻ നടക്കുന്നുണ്ടെങ്കിൽ, കല്യാണം കഴിഞ്ഞ് ഭർത്താവുമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ പുറകെ ഒരു പുരുഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ടല്ല, അതിന് പേര് വേറെയാണ്. തീർച്ചയായിട്ടും അതിന് പേര് വേറെയാണ്. ഇനി നമുക്ക് 1-2 വോയിസ് കേൾക്കാം. ഈ രഞ്ജീഷിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വന്നത് ആക്ച്വലി മനുവിൻ്റെ ചാനലിലാണ്. ഒരു ചേച്ചിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേട്ട് നോക്കാം. നമ്മുടെ നിയമമാണ് അയാൾക്ക് അയാളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള കാരണം. അവൾ ജോലി സംബന്ധമായി പോയി അവിടെ മറ്റൊരാളുമായി സെറ്റിലായി. അവളുടെ ഇത് പറയാൻ പറ്റത്തില്ല പല വാക്കുകളും. അപ്പോഴല്ല ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് 8 വർഷം വളർത്തിയെന്ന് പറഞ്ഞു. ഇപ്പോൾ അവൾക്ക് കുറച്ച് പൈസയും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ അവളുടെ മറ്റവനുമായി കൂട്ടി നാട്ടിൽ വന്ന് നിയമത്തിൻ്റെ പഴുകൂട്ട് പിടിച്ച് ആ കുഞ്ഞിനെ സ്വന്തമാക്കിയപ്പോൾ അയാൾക്ക് നഷ്ടപ്പെട്ടത് ജീവനും ജീവിതവും കുഞ്ഞുമെല്ലാം. അതുകൊണ്ടാണല്ലോ ആ മനുഷ്യൻ ഇങ്ങനെ ചെയ്തത്. ഇനി ഒരാണും, ഇപ്പം നിങ്ങളും ഒരാണാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കും ഇതുപോലൊരു അവസ്ഥ ഇനി ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നടങ്കം ശബ്ദമുയർത്തണം. നമ്മുടെ നിയമത്തിന് നേരെ വിരൽ ചൂണ്ടണം. നമ്മുടെ നിയമം ശരിയല്ലാത്തത് കൊണ്ടാണ് പല പാവങ്ങളും ശിക്ഷിക്കപ്പെടുന്നതും പല കൊലപാതകളും രക്ഷപ്പെടുന്നതും. ശരിയല്ലേ ചേച്ചി പറഞ്ഞത്? നമ്മുടെ നിയമം ആർക്ക് വേണ്ടിയാണ്? തെറ്റിനെ അനുകൂലിക്കാൻ വേണ്ടി. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. തെറ്റിനെതിരെ പ്രതികരിക്കുന്നവരും തെറ്റിനെതിരെ വിരൽ ചൂണ്ടുന്നവരും എന്നും ക്രൂശിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. അവർക്കെതിരെ കേസുകൾ വരിക, അവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാവുക, ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. എന്നാൽ തെറ്റ് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പോലീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നീതിപീഠമായിക്കോട്ടെ, എല്ലാം തെറ്റിനെ അനുകൂലിക്കുന്നവരുടെ കൂടെയാണ്. ഇവിടെയും സംഭവിച്ചത് അത് തന്നെയല്ലേ? ആ സ്ത്രീ രഞ്ജീഷിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് പോയതാണ്.
അപ്പോൾ എന്ത് ധൈര്യത്തിലാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് ആ ജഡ്ജി അങ്ങനെ ഒരു വിധി വിധിച്ചത്? ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് സംസാരിച്ചിട്ട് അവിടെ നടന്ന കാര്യങ്ങൾ, എക്സാക്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ഈ കേട്ടറിവ് മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ എക്സാക്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ഞാനൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിന് രഞ്ജീഷിന് മാത്രമല്ല, ആ കുഞ്ഞ് അച്ഛനല്ലാതെ വളരേണ്ടി വരുന്നൊരവസ്ഥ. ഈ സ്ത്രീയുടെ കൂടെ പോയവൻ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് നോക്കും തോന്നുന്നുണ്ടോ? നാളെ ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇതൊന്നും ചിന്തിക്കാതെ ഈ ജഡ്ജി എന്ത് വിധിയാണ് വിധിച്ചത്? എൻ്റെ ചോദ്യം ഇപ്പോഴും അവിടെയാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് കുഞ്ഞിനെ അമ്മയുടെ കൂടെ വിടാൻ തയ്യാറായത്? അതും ഭർത്താവിനെ ഉപേക്ഷിച്ച് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയൊരു സ്ത്രീയുടെ കൂടെ. അപ്പോൾ അവിടെ എന്ത് കളിയാണ് നടന്നത്? കാശിൻ്റെ കളിയാണോ, അതോ മറ്റേതെങ്കിലും സ്വാധീനമാണോ? ഇതൊക്കെയാണ് കണ്ടെത്തേണ്ടത്. എന്തായാലും രഞ്ജീഷിൻ്റെ കേസ് വാദിക്കാൻ വന്ന അഡ്വക്കേറ്റിന് ഇതിനെല്ലാം സാധിക്കട്ടെ. നമുക്ക് ഒരു ഓഡിയോ കൂടി കേൾക്കാം. അയച്ചു തന്ന വീഡിയോ ഇല്ലേ രാവിലെ, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പം മറ്റെല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നത് പോലെ ഒരു വീഡിയോ ആയി പോവരുതത്. എല്ലാ കാര്യങ്ങളും പോലെ ഒരു നിസ്സാര വീഡിയോ ആയി പോവരുതത്. ഞാനും ഒരു പെണ്ണാണ്, പക്ഷേ ഇയാളുടെ സ്ഥാനത്ത് ഇതൊരു പെണ്ണായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളടക്കമുള്ള സോഷ്യൽ മീഡിയയും മുഖ്യധാരാ മാധ്യമങ്ങളും അതിനെ വലിയ രീതിയിലൊരു ചർച്ചാ വിഷയമാക്കിയാണ്. നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെ തന്നെ പറയണം. കാരണം ശരിക്കും നീതി അർഹിക്കുന്നവർക്ക് നീതി കിട്ടുന്നില്ല, എങ്കിലോ കാശുള്ളവർക്ക് നീതിയുണ്ട്. എന്താ പറയണ്ടതെന്നൊന്നും അറിയത്തില്ല. പലരും ഈ ഒരു മാനസികാവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ വേദന റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊക്കെ അത് ആ ഒരു അവസ്ഥ വരുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ പോലും കണ്ടിട്ടില്ല. പക്ഷേ എന്തോ ഇങ്ങനൊരവസ്ഥയിൽ ഇത് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നി. എല്ലാ വീഡിയോയും നിങ്ങൾ തെളിവ് സഹിതം അന്വേഷിച്ച് എല്ലാ രീതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിന് ഒരു പടി മുകളിലായിട്ട് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ച് എങ്ങനെയെങ്കിലും ഇത് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അവരെ കൊണ്ട് ഇത് ചർച്ച ചെയ്യിപ്പിക്കുന്ന രീതിയിലൊരു വീഡിയോ ആയിരിക്കണം. കാരണം നാളെ ഒരാൾക്ക് ഇങ്ങനെ വരരുത്. അത് ആണായാലും ശരി, പെണ്ണായാലും ശരി. പെണ്ണിനൊരു വഴി മുമ്പിലാണ് നീതിയും നിയമവും ഒക്കെ, പക്ഷെ അത് പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാനൊരു പെണ്ണ, എനിക്കത് മനസ്സിലാവും. ഇതേ അവസ്ഥയിൽ കുറേ ആണുങ്ങളുടെ ജീവിതം നശിച്ചു പോകുന്നുണ്ട്. ശരിയല്ലേ അവർ പറഞ്ഞത്? എത്രയോ ആണുങ്ങളുടെ ജീവിതം സ്ത്രീകൾ കാരണം ഇല്ലാതാവുന്നുണ്ട്. കള്ളക്കേസ് കൊടുത്തും. അതും ഒരു പെണ്ണ് വന്ന് ഒരാണിനെതിരെ പരാതി പറഞ്ഞാൽ ഉടനെ തന്നെ നടപടിയെടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. മനസ്സിലാവുന്നില്ല. ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാണ്ട് ഉടനെ വന്ന് അറസ്റ്റ് ചെയ്ത് പോകുന്ന പോലീസുകാർ. ആ കേസിൽ ന്യായമുണ്ടോ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉടനെ വാർത്ത വരുന്നു, അവൻ അവളെ ഇന്നതുപോലെ ചെയ്തു എന്ന് പറഞ്ഞ് വാർത്ത വരുന്നു. പക്ഷേ ആ കേസ് വ്യാജമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരത് വാർത്തയാക്കും? എത്ര മാധ്യമങ്ങൾ അത് വാർത്തയാക്കും? ഒന്നുമില്ല. ആ സ്ത്രീക്കെതിരെ കേസെടുക്കുമോ? അതുമില്ല. അനുഭവിച്ചവൻ അനുഭവിച്ചുകൊണ്ടിരിക്കും. അവനുണ്ടായ നാണക്കേട്, അവനുണ്ടായ ചീത്തപ്പേര് എല്ലാം അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രഞ്ജീഷിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനുഷ്യൻ്റെ ചിരി മനസ്സിൽ നിന്ന് പോകുന്നില്ല, അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് പോകുന്നില്ല. അത്രയും നിഷ്കളങ്കമായ ചിരി ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും. നല്ലവരെപ്പോഴും ചതിക്കപ്പെടും, അതിപ്പോൾ ആണായാലും പെണ്ണായാലും. ഇവിടെ രഞ്ജീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അയാളെക്കുറിച്ച് നല്ലത് മാത്രമേ ആൾക്കാർക്ക് പറയാനുള്ളൂ, മോശപ്പെട്ട ഒരു വാക്കുപോലും പറയാനില്ല. എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറുന്ന, സൗമ്യമായിട്ട് ഇടപെടുന്നൊരു ചെറുപ്പക്കാരൻ. അയാളുടെ ലൈഫിലേക്ക് വന്ന ഒരു താടക, അവൾ കാരണം നഷ്ടപ്പെട്ടത് അയാളുടെ ജീവിതവും ജീവനുമാണ്. ഇത് നമ്മുടെ ഒരു തുടക്ക വീഡിയോ ആണെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യും. ഞാൻ ഇത് അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഈ അഡ്വക്കേറ്റിന്, അദ്ദേഹത്തിന് എല്ലാ ആശംസകളും അറിയിക്കുവാണ് ഈ ഒരു വീഡിയോയിൽ കൂടി. ബാക്കി വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ച് കൂടുതൽ അപ്ഡേഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. സോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി കുമളി സ്വദേശികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വിഷയമായിട്ട് അറിയാമെങ്കിൽ, നിങ്ങൾ ഈ വിഷയമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ, ഈ രഞ്ജീഷിൻ്റെ കുടുംബക്കാരുമായിട്ട് നിങ്ങൾക്ക് അടുപ്പമുണ്ടെങ്കിൽ ആ വിവരം കൂടി ഒന്ന് അറിയിക്കുക. പറ്റുമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമുമായിട്ടൊന്ന് ബന്ധപ്പെടുക, ഒരു മെസ്സേജ് അയയ്ക്കുക. നമുക്ക് ബാക്കി കാര്യങ്ങൾ അവിടെ സംസാരിക്കാം. ഇതിന് എല്ലാ പിന്തുണയും, ഈ വിഷയത്തിൽ രഞ്ജീഷിന് നീതി കിട്ടുന്നത് വരെ എല്ലാ പിന്തുണയുമായിട്ട് കൂടെ ഉണ്ടാവും. ഒരു സംശയവും വേണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.